കഞ്ഞിയെല്ലാം റെഡിയായി കിടക്കുകയാണ്. സൂപ്പറായിട്ട് കഞ്ഞി റെഡിയാണ്. കൊണ്ടുവരും ഒഴിക്കുക കാക. ഹായ് ഫാമിലി, വെൽക്കം ബാക്ക് മിറാസ് ടൈം. ഞാനിന്ന് നിൽക്കുന്നത് കുളപ്പുഴ ജുമാ മസ്ജിദാണ്. ജുമാ മസ്ജിദ് എന്ന് വെച്ചാൽ കുളപ്പുഴ ടൗൺ മുസ്ലിം ജമാഅത്ത് പള്ളിയാണ്. നമ്മൾ ഇന്ന് വന്നതിൻ്റെ ഉദ്ദേശം അറിയാമല്ലോ, നോമ്പ് പ്രമാണിച്ച് കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുന്നതിനുള്ള അതിൻ്റെ റെസിപ്പിയാണ്. അപ്പം അത് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഇവിടെ ഒരു കഞ്ഞി, അതായത് നമ്മൾ വൈകുന്നേരം നോമ്പ് മുറിച്ചിട്ട് കഞ്ഞി വെക്കാനുള്ള ഒരു പുറപ്പാടാണ്. ആ സമയത്ത് നമ്മുടെ സലീമാക്കയാണ് ഇതിൻ്റെ മെയിൻ ഈ കഞ്ഞി വയ്ക്കുന്ന ആൾ. പുള്ളി 10-30 വർഷം ആയിട്ട് ഈ ഒരു ഫീൽഡിലാണ്. ആ പുള്ളിയുടെ ഒരു സ്പെഷ്യൽ കഞ്ഞിയാണ് ഇവിടെ വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് അത് എന്തൊക്കെയാണ് ചേർത്തുണ്ടാക്കണം, നമുക്ക് അതിലൊരു റെസിപ്പിയിലോട്ട് പോകാം. ഇത് വന്നിട്ട് കാക്ക ഇത് 15 കിലോ അല്ലേ? 15 കിലോ അരി, 15 കിലോ പച്ചരി. പച്ചരി എന്ന് പറയുന്നത് അത് സിയോ പച്ചരിയാണ്. 15 കിലോ, ഒരു 500 പേര് കഴിക്കാം. അതിനുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത്. ഇത് ചുക്ക്, മഞ്ഞപ്പൊടി, പെരിഞ്ചീരകം, കുരുമുളക്, ആർക്കെ നെയ്യ്, ഉലുവ, വെളിച്ചെണ്ണ, ഡാൽഡ, ഉപ്പ്, പുതിന. എത്രയൊക്കെ ചേർക്കണം ഈ പുതിനയൊക്കെ? ഒരു 250. ഇത് 250-300 ചേരാം. അത് പച്ചമുളക്, തക്കോലം, പട്ട, ഏലക്ക, ഗ്രാമ്പ്, തക്കാളി, പുതിന, രമ്പേല, ഇഞ്ചി, മല്ലിയില, ചെറിയുള്ളി, കരിവേപ്പില, വെളുത്തുള്ളി, തേങ്ങ. എത്ര തേങ്ങ ഉണ്ട്? ഇത് 5 തേങ്ങ. 5 തേങ്ങ. ഓ. മഞ്ഞപ്പൊടി അത് എത്ര വരും? 150 ഗ്രാം വരും. 100 ഗ്രാം വരും. സവാള എത്ര കിലോ വരും കാക്ക? അത് 2 കിലോ. ഇത് പൈനാപ്പിൾ, ഒരു പൈനാപ്പിളാ? ഒരു പൈനാപ്പിൾ. ഓക്കെ. അപ്പം ഇത്ര സാധനങ്ങളാണ് നമ്മളൊരു 15 കിലോ, അതായത് 15 കിലോ അരിക്ക്, അതായത് 500 പേര് കഴിക്കാനുള്ള അരിക്ക് ഉണ്ടാക്കുന്ന ഇത്ര സാധനങ്ങളാണ്. അതിൽ മെയിനായിട്ട് ചുക്ക് ചേർക്കും. ചുക്ക് എന്ന് പറയുന്നത് അതിൻ്റെ നമുക്കിപ്പോൾ നോമ്പായതുകൊണ്ട് ആൾക്കാർക്ക് വയറ്റിനും ഗ്യാസിനും മറ്റതിനൊക്കെ നല്ല സാധനമാണ്. പിന്നെ ഇതിൽ ഈ ചേർക്കുന്ന മസാല, അതായത് പെരിഞ്ചീരപ്പൊടി, ഈ സാധനങ്ങളെല്ലാം ഈ സാധനം സ്പൈസസ് ഉണ്ടോ? ഈ സ്പൈസസൊക്കെ നല്ലതാണ്, നമ്മളെ വയറ്റിന് നല്ലതാണ്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചേർന്ന് വരുമ്പം ഒരു അടിപൊളി സെറ്റപ്പാണ്. പിന്നെ ഉലുവ, കുരുമുളക് മെയിനാണ്. കണ്ടോ കുരുമുളക്? അത് എത്ര ചേർക്കും കാക്ക കുരുമുളക്? ഒരു 200 ഗ്രാം കുരുമുളക്. ഇതെത്ര? ഈ ചുക്ക് എത്ര ചേർക്കും? 150 ഗ്രാം. ഓക്കെ. ആദ്യം നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് വെള്ളം വെക്കും. വെള്ളം തിളച്ചതിന് ശേഷം അതല്ല താളിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിക്കാൻ പോവുകയാണ് കാക്ക. ഓക്കെ കാക്ക, ശരി. അപ്പോൾ നമ്മൾ 15 കിലോ അരിക്കുള്ള കഞ്ഞിക്കുള്ള സംഭവം ഇതാണ്. അതിൻ്റെ പാത്രം നമ്മൾ വെക്കുകയാണ്. വിറവ് കത്തിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സംഭവം ചൂടായി. വെളിച്ചെണ്ണ ഒഴിക്കണം. ശരി, ഒഴിക്കുക. ഡാൽഡ ഒഴിക്കണം. ആർക്കയുടെ നെയ്യ് ഒഴിക്കുക. അപ്പം അടുത്ത നല്ല ചൂടായിട്ടുണ്ട്, ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. വെളുത്തുള്ളിയുടെയാണ് വീങ്ങാക്ക. ഇത്രയും വെളുത്തുള്ളി നമ്മൾ വെച്ചിട്ടുണ്ട് പയറിന് വേണ്ടി. ചട്ടോടെയാക്ക, ചട്ടോ എനിക്ക് ഞാനാ, നിങ്ങൾ ബാക്കിയുള്ള പരിപാടി. നല്ല ചൂടായിട്ടുണ്ട്. ഇതിലൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഒരുപാട് കിടന്ന് നല്ല ചൂടാണ്. നല്ല, അതായത് നമുക്ക് ഗ്യാസ് പോലെ കൺട്രോൾ ചെയ്യാൻ പറ്റൂല. ഇത് വിറവാണ്. വിറവിന് നല്ല ചൂടായിരിക്കും. ഇവിടെ നിൽക്കാൻ പറ്റാത്ത ചൂടായിരിക്കും. കരിവേപ്പില, പച്ചമുളക്, രമ്പേല, പുതിന, മല്ലിച്ചപ്പ്, ചെറിയ ഉള്ളി. ഇത് സവാള. എത്ര ഉണ്ടാക്കിയത്? 2 കിലോ സവാള. ഇതെല്ലാം നല്ല വെന്ത് ഉടനല്ല, ഒരു അര വേഗം മതിയല്ലോ അല്ലേ? മസാലയാവും. നിൽക്കാൻ പറ്റില്ല.
തക്കാളി തക്കാളി സംഭവം ഭയങ്കര ചൂടാണ്. നമ്മളെ ഗ്യാസൊക്കെ ആണെങ്കിൽ ഇഞ്ചിയാണ് കേട്ടോ. സംഭവം ഭയങ്കര ചൂടാണ്. ഗ്യാസൊക്കെ ആണെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ തീ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ നല്ല ഫാസ്റ്റായിട്ട് നിന്നില്ലെങ്കിൽ ഈ സാധനം എല്ലാം അടിപിടിക്കും. അടിപിടിച്ചാൽ കഞ്ഞിക്ക് ചെറിയൊരു ചുവ വരും. അതുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ മാക്സിമം നല്ല സ്പീഡായിട്ട് നിൽക്കണം. ആദ്യത്തെ സെറ്റപ്പിൽ ഒന്ന് വെന്ത് കുഴഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെള്ളം ചേർക്കും അല്ലേ കാക്ക? അടുത്ത മസാല ഐറ്റംസ് ആണ് കാക്ക ചേർക്കാൻ പോണത്. ഏലക്ക, ഗ്രാമ്പ് ചുറ്റുവട്ട പട്ട ഇത് തക്കോലം. ഇത്ര സാധനം ഇട്ട് കഴിഞ്ഞാൽ നല്ല മിക്സ് ആവണം. പൊടി ആയതുകൊണ്ട് ചൂടത്ത് പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. മഞ്ഞപ്പൊടി നമ്മൾ വിചാരിക്കുന്ന ബോംബഞ്ഞി ഉണ്ടാകാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ വിചാരിക്കും പെട്ടെന്ന് എടുത്തിട്ട് ഒരു ബോംബഞ്ഞി. അങ്ങനെയല്ല, എത്ര മണിക്കൂറത്തെ പ്രോസസ്സാണ്. ഇവർ രാവിലെ 9:30 മണിക്കൂടെ വന്ന ആൾക്കാരാണ്. ഇത് തീരുമ്പോൾ 5 മണി 4:30 മണിയാവും. അപ്പോൾ നമ്മൾ അടുത്തതാ കുരുമുളക്. ഈ കുരുമുളക് ഇടണമെന്ന് വെച്ചാൽ നമ്മൾ ഈ നോമ്പ് പിടിച്ചിട്ടിരിക്കുമ്പോൾ ആ കുരുമുളക്, അതിൽ ചുക്ക്, ഇങ്ങനത്തെ സാധനങ്ങൾ, ഇഞ്ചി, ഈ സാധനം വയറ്റിന് നല്ലതാണ്. ആണ് കുരുമുളക് കൂടുതൽ ചേർക്കണത്. നമ്മൾ കുറച്ച് വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ടെന്ന്, അല്ലെങ്കിലേ ഈ സാധനം അടി പിടിക്കും. ഇനി പുള്ളി ഇതിൽ അതിനാവശ്യത്തിൽ എത്ര ലിറ്റർ വെള്ളം ഒഴിക്കും കാക്ക ഇതിൽ? ഇതിന് ഇപ്പൊ 1-2 ലിറ്ററിനകത്ത് അല്ല, ഇപ്പൊ നമ്മൾ ജസ്റ്റ് അടി പിടിക്കാതിരിക്കല്ല ചെയ്തത്. അല്ലെങ്കിൽ ഇത് അടി പിടിച്ചു പോകും. കാര്യം വെള്ളം ഒഴിച്ചാലേ അടി പിടിച്ചു പോകും. ചൂട് കൂടുതലുണ്ട്, അതല്ലേ വെച്ചത്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കാക്ക ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമുക്ക് ഈ 15 ഇതിൽ അരി ഉണ്ടല്ലോ, 15 കിലോ അരിക്ക് അതിൽ എത്ര വെള്ളം ഇതിലൊഴിക്കും? ഇതിന് 3/4 ചെമ്പ് വെള്ളം ഇതിലൊഴിക്കും. 50ന്റെ ചെമ്പാണിത്. 3/4 ചെമ്പ് വെള്ളം ഇതിലൊഴിക്കും. അപ്പോൾ സംഭവം മസാല എല്ലാം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി കാക്ക വെള്ളം ഒഴിക്കാൻ പോയാണ്. 50 ലിറ്ററിന് ഇതിൽ 3/4 വെള്ളം വേണം. അപ്പം ഓസ് വഴിയാണ് വെള്ളം വരുന്നത്. ഓപ്പൺ. ഇത് ഫുള്ളാകുമ്പോൾ എത്ര സമയം എടുക്കും കാക്ക? ഇതൊരു അരമണിക്കൂറിന് മുകളിലാവും, ഫുള്ളാവും. അപ്പം 3/4 ചെമ്പ് വെള്ളമാവും. അപ്പം ബാക്കിയുള്ള അരി ചേർത്ത് സംഭവം വറ്റിച്ച് അതിൻ്റെ മസാലയൊക്കെ ചേർത്തെടുക്കും. അപ്പോൾ അരി വേവാൻ വേണ്ടി ഏകദേശം ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ എടുക്കും. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ കുക്കറിലാണ് വേഗം. ഇത്രയും പേർക്കുണ്ടാകുന്ന സാധനം 500 പേർക്കുണ്ടാകുന്ന സാധനമാണ്. അപ്പോൾ അത്രയും അതിൻ്റെ പണിയും സമയവും എല്ലാം ഇതിൽ കഷ്ടപ്പെട്ട് നിന്നാൽ അതിൻ്റെ ടേസ്റ്റും എല്ലാം കറക്റ്റായി വരുള്ളൂ. വെള്ളം ഏകദേശം ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ കാക്ക ഉലുവ ഇടുകയാണ്. ഇതെല്ലാം ഇട്ട് ക്ലിയറായി വന്നാൽ മാത്രമേ സമയത്തിന് അത് പിടിക്കുള്ളൂ. ഇടി കാക്ക ഉലുവ. സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ചൂടാണ്. ഒന്നാമത് പുറത്ത് ചൂട്, അന്തരീക്ഷം ചൂട്. ഈ സാധനം എന്ന് വെച്ചാൽ വിറവെന്ന് പറയണത് പണ്ടത്തെ ആൾക്കാർ വിറവിലേക്കുന്ന സാധനം രുചിയുണ്ടെന്ന് കേട്ടാ. അടുത്ത ചേർക്കാൻ പോണത് കണ്ടാ, ഇത് പെരിഞ്ചീര പൊടിയാണ്. അടുത്ത ചുക്കാണ്. ചുക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഈ സാധനത്തിൻ്റെ. അതായത് നമ്മളെ നോമ്പ് കഞ്ഞിയുടെ മെയിൻ സാധനം ചുക്കാണ്. ആ ചുക്കിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ചുക്കിൻ്റെ ഗുണങ്ങളൊക്കെ അറിയാമല്ലോ. ചുക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഈ നോമ്പ് കഞ്ഞിയുടെ. നമ്മൾ ഒന്നാമത് ഒരു വായ കഴിക്കാതെ വെള്ളം കുടിക്കാൻ പറ്റില്ല, തുപ്പലിറക്കാൻ പറ്റില്ല, അങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ രാത്രി ഫസ്റ്റ് നമുക്ക് എനർജി സാധനം ഇതാണ്, ഈ കഞ്ഞിയാണ്. അപ്പോൾ ആ കഞ്ഞി കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു എനർജി കിട്ടും. പിന്നെ നമുക്ക് വേറെ ആരും കഴിക്കാൻ തോന്നുകയില്ല. അത്രയ്ക്ക് നല്ല സാധനമാണ് ഇത്. ഇനി എന്തിനാണ് അടുത്ത പരിപാടിയാക്കാം? പൈനാപ്പിൾ ഒരു പൈനാപ്പിൾ അടിച്ചത്. പിന്നെ എന്തായിരുന്നാലും ഇതിൻ്റെ ബാക്കിയുള്ള ഫർദർ പരിപാടികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഫുള്ളായതിനു ശേഷം, വെള്ളം നല്ല തിളച്ചതിന് ശേഷം മാത്രമേ നടക്കുള്ളൂ. ആ സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം കാണാം. അപ്പോൾ മാമയാണ് പള്ളിയിലെ സെക്രട്ടറി. അപ്പോൾ ഈ കഞ്ഞി നമ്മൾ വന്ന് വാങ്ങിക്കാൻ പറഞ്ഞാൽ, പാർസൽ വാങ്ങിക്കാൻ പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ വീട്ടുകാരും വരും. സകല ജാതി മതഭേദം എല്ലാവരും വന്ന് വാങ്ങും. അതായത് എല്ലാ ജാതിക്കാരും വന്ന് ഈ കഞ്ഞി വാങ്ങിച്ച് 5 മണി ഈ കസറ നമസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ജാതിക്കാരും, എല്ലാ മതക്കാരും, മുസ്ലിംസും എല്ലാവരും വന്ന് ഈ കഞ്ഞി പാർസൽ വാങ്ങിച്ചിട്ട് പോകും. അപ്പോൾ ആലോചിച്ച് നോക്ക്, ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു കേന്ദ്രമാണ് നമ്മളെ ഈ പള്ളി. സംഭവം നമ്മളിപ്പം വെയിറ്റ് ചെയ്യണത് ഇതിൽ 3/4 പാത്രം വെള്ളം വേണം. വെള്ളം ആയിട്ടില്ല, ഇപ്പോൾ ഇത്ര ആയിട്ടുള്ളൂ.
പിന്നെ അന്യായമായ ചൂടാണ്, ഇവിടെ നിൽക്കാൻ പറ്റാത്ത ചൂടാണ്. കാര്യം അറിയാമല്ലോ, ഗ്യാസ് അല്ല. ഞാൻ എപ്പോഴെപ്പോഴും പറഞ്ഞ ഗ്യാസ് ആണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് കണ്ടല്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് വെള്ളം ഒഴിച്ച് തീ കുറയ്ക്കാനേ പറ്റുള്ളൂ. ഒരു പരിധി കൂടുതൽ തീ കുറഞ്ഞാൽ ഇത് തിളക്കുകയില്ല. നമുക്ക് നല്ല തിളയ്ക്കണം. ഇനി ഇതിൻ്റെ കളിയൊക്കെ തിളച്ചതിന് ശേഷമാണ്, വെള്ളം തിളച്ചതിന് ശേഷമാണ് ഇതിൻ്റെ എല്ലാ കളിയും പരിപാടി അല്ലേ? ആ ഓക്കെ. അപ്പം വെള്ളം നിറഞ്ഞ് തിളക്കിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം നമുക്ക് മതി, നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്താൽ ഓഫ് ചെയ്താൽ നമ്മൾ ഓസം മാറ്റുകയാണ്. ഇത് പുതിയൊരു സ്റ്റൈലാണ്. ഇനി മാമ എന്തിനാണ് പരിപാടി? ആ തേക്കി ചേർക്കി പാടേ വരിയുണ്ടേ. കണ്ടല്ല ഇവിടുത്തെ കിടിലങ്ങളാണ്, കണ്ടല്ല. തേങ്ങ ചേർക്കുക, അടുത്ത് നിൽക്കട്ടെ. തേങ്ങ ചേർത്ത് അരിയെല്ലാം തിളച്ചും ചെയ്യണം. ഉപ്പ് ചേർക്കണം. എപ്പോഴും അടച്ചിട്ടിട്ട് അരി കഴുകിയിട്ട് വെള്ളം തിളച്ചിട്ട് അരി കഴുകിയിടും. രാവിലെ തൊട്ടേ ഇവിടെ ഉണ്ട് പള്ളിയിൽ. അവരാണ് രാവിലെ സുബൈക്ക് വരുമെന്ന്. സ്കൂൾ അവധിയായുണ്ട്. ഇവിടെ കിടിലങ്ങളാണ് 3 എണ്ണം. ഇനി ആരും ഒരാളുണ്ടല്ലോ ഇവിടെ. ആ കാക്ക. ആ എപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ. അപ്പോൾ നോമ്പൊക്കെ അടിച്ച് പൊളിക്കണം കേട്ടാ. ഓക്കെ. എത്ര വെള്ളം കഴിയും? 3 വെള്ളം കഴിയും. 3 വെള്ളം കഴിയുമ്പോൾ ഈ കാടി പോകും. പിന്നെ നമ്മൾ തിളയ്ക്കുമ്പോൾ ഇതാ കിട്ടുള്ളൂ. ഇത്രേ ഉള്ളൂ. ഓക്കെ. അപ്പം ആ സമയമാകുമ്പോൾ തിളയ്ക്കും അല്ലേ? അപ്പം നമുക്ക് ഈ അരിയും കഴിവ് വെച്ചിട്ട് പള്ളിയിൽ കയറി നിസ്കരിച്ചിട്ട് ഇറങ്ങാം അല്ലേ? ആകാം. സംഭവം കണ്ടല്ല, നല്ല തിളച്ച് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. തിളച്ച് സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി കാക്ക അരി റെഡിയല്ലേ? അരി ഇടയാണ്. കാക്ക അരി ഇടയാണ്. ഇനി കാക്ക ഈ അരി വേവാൻ എത്ര സമയം എടുക്കും കാക്ക? അതിൽ 1 മണിക്കൂർ കൂടി, 1-1.5 മണിക്കൂർ. 1.5 മണിക്കൂർ 2 മണിക്കൂറിനകത്താ, 1.25 മണിക്കൂറിനകത്താ വേവാൻ. വെമ്പം നല്ല കുറുവ് അല്ലേ കാക്ക? പിന്നെ നമ്മൾ ഇതിൽ മസാല ചേർക്കും, പിന്നെ താളിച്ച് ചേർക്കും അല്ലേ? താളിച്ച് ചേർത്തിട്ടാക്കും. താളിപ്പ് മസാല, കടുക്, പച്ചമുളക്, ചെറിയ ഉള്ളി, സവാള സാധനങ്ങൾ താളിക്കാൻ. പിന്നെ അടുത്ത മസാല നമ്മൾ ഗരം മസാല അല്ലേ? ഇത്രയല്ലേ ഉള്ളു. പിന്നെ ഉപ്പ് നോക്കി ഞങ്ങള് ഉപ്പിടണ്ടേ? അരി വെന്തതിന് ശേഷം ഉപ്പിടുള്ളൂ അല്ലേ കാക്ക? അതെന്താണ് അങ്ങനെ? വേവ് കുറയോ ഉപ്പിട്ടാ? പുള്ളിയുടെ സ്റ്റൈൽ അങ്ങനെയാണ്. പുള്ളി അരി സംഭവം വെന്ത് ലാസ്റ്റിൽ മാത്രമേ ഉപ്പിടുള്ളൂ. എന്നിട്ട് ആ കറക്റ്റ് ഉപ്പ് അതിൻ്റെ എല്ലാം അറിയാൻ വേണ്ടിയാണ്. ശരി ഓക്കെ. ഇനി അടയ്ക്കണോ? അതെ, അടുത്ത പരിപാടി എന്തിനാണ്? നല്ലൊരു ഇളക്കി അടക്കിയത് എന്താ ഇളക്കണ സ്റ്റൈലുണ്ടാ? ഈ കറങ്ങിയുള്ള ഒന്നും കറങ്ങാൻ നിൽക്കാൻ अड़ीपुरी सेटअप कन्नी कैसा है भाई ये कन्नी टेस्ट कैसा है अल्हम्दुलिल्लाह अच्छा है अच्छा ओके സംഭവം ഇനി 1.5 മണിക്കൂർ 1.25 മണിക്കൂർ ഇത് ഈ ചൂടത്ത് കിടന്ന് വേവണം വെന്ത് വരുമ്പോൾ അപ്പോൾ സൂപ്പറായിരിക്കും പിന്നെ അസറിന് ശേഷം പാർസൽ വാങ്ങിക്കാൻ വേണ്ടി എല്ലാവരും കൊടുക്കും അതിനുശേഷം നോമ്പ് മുറിക്കുന്ന സമയമാകുമ്പോൾ എല്ലാവരും ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് നമ്മൾ എന്തായാലും ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് പോയിട്ട് വരാം ഓക്കെ ഈ നോമ്പ് കഞ്ഞി അതായത് നമ്മൾ നോമ്പ് കഞ്ഞി പള്ളികളിലുണ്ടാകുന്ന നോമ്പ് കഞ്ഞി ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ അത് നമ്മളത് എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ റെസിപ്പി എല്ലാം ജനങ്ങളിലൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വന്നതാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഉസ്താദ് നോമ്പ് കഞ്ഞിയെക്കുറിച്ചും പിന്നെ നമ്മളെ നോമ്പിൻ്റെ ഒരു ചെറിയൊരു അതിൻ്റെ ഒരു സന്ദേശമാണ് ഉസ്താദ് കൊടുക്കുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി മനുഷ്യൻ്റെ ഏറ്റവും വലിയ വികാരമാണ് വിശപ്പ് ആ വിശപ്പ് ഒരു മാസം കൃത്യമായി അനുഭവിപ്പിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ളവനെ സഹായിക്കണം അവൻ്റെ വേദന തിരിച്ചറിയണം എന്നാണ് മാനവനോട് പരിശുദ്ധമായ റമളാനിലൂടെ വിളിച്ചറിയിക്കുന്നത് ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാ ആളുകൾക്കും തൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗം വിനിയോഗിച്ചുകൊണ്ട് ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുകയാണ്
അതിൽ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് എല്ലാ പള്ളികളിലും ഉണ്ടാക്കപ്പെടുന്ന നോമ്പ് കഞ്ഞി. അത് വളരെ വലിയ ഔഷധ ഗുണമുള്ളതാണ് എന്ന് മനസ്സിലാക്കി നാനാജാതി മതസ്ഥർ അതിലേക്ക് വരികയും അത് വന്ന് ഭക്ഷണമാക്കുകയും ഞങ്ങളുടെ നോമ്പ് തുറയിൽ എണ്ണമറ്റ ആളുകൾ പങ്കെടുക്കുകയും അത് വളരെ ആഹ്ലാദത്തോടു കൂടി അവർ കഴിക്കുകയും അതിൽ പങ്കുചേരുകയൊക്കെ ചെയ്യുകയാണ്. ഇതൊരു മാനവിക സൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സന്ദേശം ഈ നോമ്പ് കഞ്ഞിയിലൂടെ തന്നെ ഉണ്ട്. ഈ നോമ്പ് ഇഫ്താറുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ നോമ്പ് യഥാർത്ഥമായ തരത്തിൽ മാനവൻ്റെ എല്ലാ വിഷമങ്ങളും മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ യഥാർത്ഥ തൃപ്തി കരസ്ഥമാക്കുന്നതാക്കി തന്ന് ഞാൻ അതിനെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. അപ്പം നമ്മുടെ കഞ്ഞിയെല്ലാം റെഡിയായി കിടക്കുകയാണ്. കാക്ക കഞ്ഞി തുറന്ന് കാണിച്ചു തരും. പക്ഷേ അതോടൊപ്പം നമ്മൾ താളിക്കാൻ വേണ്ടി ചട്ടി വെച്ചിരിക്കണം അവിടെ. അപ്പോൾ തുറക്കും കാക്ക. ഇതാ സൂപ്പറായിട്ട് കഞ്ഞി റെഡിയാണ്. സൂപ്പർ കഞ്ഞി റെഡിയാണ്. ഇനി അടുത്ത കാക്ക തിളപ്പിക്കാൻ പോവുകയാണ്. ഇനി അടുത്ത താളിക്കാനുള്ള പരിപാടിയാണ്. ഇതാ ചട്ടി അടിപൊളിയിൽ ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇതാ നെയ്യാണ്. നെയ്യ് ആദ്യം കടുവിടെയാണ്. കടുവ അടിപൊളിയായിട്ട് പൊട്ടി വരികയാണ്. ഉണ്ടല്ലോ എടുത്താ മറ്റുള്ളവർ എടുത്താ നിങ്ങൾ പറഞ്ഞാൽ കേട്ടോ. അത് വേറെ രസം. കരിവേപ്പില സൂപ്പറായിട്ട് പൊട്ടുന്നു. ഇരട്ടാ ലേശം ബ്രൗൺ കളർ ആവുമ്പോൾ ഈ സാധനം കഞ്ഞിയിലോട്ട് ഒഴിക്കും. ഭയങ്കര ചൂട്. സംഭവം നോമ്പ് കഞ്ഞിനുള്ള ഈ പയർ നമ്മൾ ഈ സാധാരണ നോമ്പ് കഞ്ഞി പാത്രത്തിൽ വലിയ പാത്രം ഉണ്ട്. അതിനെ ഒഴിച്ചിട്ട് ഈ പയർ അതിൻ്റെ അകത്തിടും. ഈ പയറിൻ്റെ അതിൻ്റെ അകത്തിട്ടിട്ട് അതിനെ കലക്കി നമ്മൾ കുടിക്കും അല്ലേ. അത് പ്രത്യേക ടേസ്റ്റാണ്. അതായത് നോമ്പ് കഞ്ഞിയിൽ ഒഴിച്ചതിന് ശേഷം ഈ പയർ അതിൻ്റെ അകത്തിട്ടിട്ട് അതിനെ കലക്കി അതിന് നോമ്പ് മുറിക്കുന്ന സമയത്ത് കുടിക്കണം. അത് ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ കോമ്പിനേഷനാണ് ഈ പയർ. ആക്കെ പയറെല്ലാം റെഡിയാക്കി വെച്ചിരിക്കണം. ഇനി നമുക്കിതിനെ താളിപ്പൊഴിക്കണം. താളിപ്പൊഴിച്ച് റെഡിയാക്കി എടുക്കണം. പ്രത്യേക മസാലയിലാണ് ചെയ്തേക്കുന്നത്. കൊണ്ടുവരും ഒഴിക്കുക കാക്ക. അടിപൊളിയായിട്ട് ഇതാ സംഭവം ഇതാകണ്ട താളിപ്പ്. ഈ താളിപ്പ് ഒഴിക്കുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ മണവും ഈ കഞ്ഞിയുടെ രുചി പറഞ്ഞത്. സൂപ്പർ രുചിയായിരിക്കും കഞ്ഞി. അടുത്ത താളിപ്പ് ഇതാ ഒത്തിരി ഒഴിക്ക്. ഒത്തിരി വേണ്ടേ മതി. അടുത്തതാണ് ഇതിൽ പയറിൽ ഇതാ ഒരു താളിപ്പൊഴിച്ച് സൂപ്പറാണ് കഞ്ഞിയുടെ പയർ കോമ്പിനേഷൻ. അപ്പോൾ ഞാനേ നോമ്പ് മുറിക്കാനുള്ള കഞ്ഞി ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോവുകയാണ്. സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. എന്നിട്ട് വീട്ടിൽ പോയി നോമ്പ് മുറിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ മതി മതി മതി. നോമ്പ് മുറിച്ചിട്ട് ഈ കഞ്ഞി കുടിച്ചിട്ട് പറയാം അഭിപ്രായം കേട്ടോ. ഓക്കെ. ഇത് പള്ളിയിലെ പ്രസിഡൻ്റാണല്ലേ? പ്രസിഡന്റ്. ഓക്കെ. ഇന്നലെ വിളിച്ചിരുന്നോണ്ട് ഞാൻ. ശരി ശരി ശരി. ഓക്കെ. അസ്സലാമു അലൈക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ ഞെക്കണം. പറഞ്ഞ കേട്ടല്ലോ. ഇതെല്ലാം നിങ്ങൾ ചെയ്യണം പ്ലീസ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഗുഡ് ബൈ.